നിങ്ങൾ 5 പേരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ബെസ്റ്റ് ഓഫീസേഴ്സാണ്. ഈ കേസ് എന്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചെന്നറിയാമോ? നമ്മൾ അന്വേഷിക്കുന്നവൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളവനായിരുന്നു. നമ്മുടെ എല്ലാ സീക്രട്സും വ്യക്തമായിട്ട് അറിയാവുന്നവൻ. അവൻ അത്ര നിസ്സാരക്കാരനല്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സബ് ഇൻസ്പെക്ടർ എന്റെ മോനെ അടിച്ചില്ലേ, അറസ്റ്റ് ചെയ്തില്ലേ? അവസാനം അവനെ കൊല്ലുകയും ചെയ്തു. എന്റെ ഒരേ ഒരു മോനാ, അവൻ പോയില്ലേ? അവനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാഞ്ഞത്? അവൻ എവിടെയാ ഉള്ളതെന്ന് ഇപ്പൊ യാതൊരു വിവരവുമില്ല. പക്ഷെ പോലീസ് എങ്ങനെ അന്വേഷിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. ബിസിനസ് ചെയ്ത് ഈ ഒരു അവസ്ഥയിലെത്താൻ ഞങ്ങൾ കുറെ തെറ്റും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ്, അത് പണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാ. ഇപ്പൊ ഞങ്ങളുടെ മക്കളുടെ ജീവൻ പന്താടെന്നൊക്കെ പറഞ്ഞാൽ? നിങ്ങളുടെ മനോവികാരം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അവന്റെ കുടുംബത്തെ നമ്മൾ നശിപ്പിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. നമ്മൾ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവനെന്താ വലിയ ആ തെറ്റ് തന്നെ ഞാനും ചെയ്തത്. അവന്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ ഒരു വേദനയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞാന്നാ ഞാനും വിചാരിച്ചത്. അനോണിമസ് കോൾസ് ടു മീഡിയ, ഓട്ടോ ഡിലീറ്റഡ് മെസ്സേജസ്, സിഗ്നൽ ജാം, ഫയർ എക്സിക്യൂഷനിൽ എത്തിലിൻ ഗ്യാസ്, കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ ബ്ലാസ്റ്റ് ആവാനുള്ള സെറ്റിംഗ്സ്, കാറിനകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന ഗ്യാസ്. ഇതൊന്നും ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല. വളരെ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ തന്ത്രങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷൻ, ഇന്റലിജന്റ് മാനേജ്മെന്റ്, ഇതെല്ലാം വളരെ കൃത്യമായി അവൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഇതെല്ലാം തന്നെ പെർഫെക്റ്റ് പ്രിസിഷൻ ടൈമിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വന്തം അച്ഛന്റെ കൈകൊണ്ട് തന്നെ മക്കളെ കൊല്ലിക്കുമെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടണമെന്നാണോ പറയുന്നത്? കെയർഫുൾ ആയിരിക്കണമെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ അവനെ അന്വേഷിക്കുന്നത്, അവൻ നമ്മളെ അന്വേഷിച്ച് വരുമെന്നോ? പിന്നെ നമ്മളൊക്കെ ആരാ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുക, അല്ലാതെ എടുത്തിയാടി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഡിപ്പാർട്ട്മെന്റിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് സുഭാഷാണ് ചെയ്തതെന്നുള്ള എവിഡൻസ് ഇല്ലാതെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടുതലായി അവനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അവന്റെ കുടുംബം അപകടത്തിൽ മരിച്ചതല്ല, പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്, പോലീസ് അത് മറച്ചുവെക്കാന്ന് പറഞ്ഞ് ന്യൂസും മീഡിയയും അവന് വലിയ ഹൈപ്പ് കൊടുക്കും. ഐ തിങ്ക് യു ആർ റൈറ്റ്. എൻ്റെ ലോയറും അത് തന്നെയാണ് പറഞ്ഞത്, തിടുക്കം കാണിക്കരുതെന്ന്. ആദ്യം തന്നെ ഇവർക്ക് 3 പേർക്കും സുഭാഷിൽ നിന്ന് വധശ്രമത്തിന് സാധ്യതയുണ്ടെന്ന് കാണിച്ച് കമ്മീഷണർ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. ബാക്കിയില്ല ഞാൻ നോക്കിക്കോളാം. സാർ, അവന്റെ പഴയ ഫ്ലാറ്റ്, പുതിയ വീട് എല്ലാം ചെക്ക് ചെയ്തു സാർ. പക്ഷെ അവന് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല സർ. അവന്റെ ID, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ട്രേസ് ചെയ്യാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സർ. അവൻ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ സെക്യൂരിറ്റി മാക്സിമം ടൈറ്റ് ചെയ്തിട്ടുണ്ട് സർ. നോ, അവൻ സിറ്റി വിട്ടു പോകാനുള്ള സാധ്യതയില്ല. കാരണം അവൻ സിറ്റിയിലുള്ള പലരെയുമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ സുഭാഷിനെ ട്രാപ്പ് ചെയ്യണം. Mr. Subhash? Yes. Welcome, sir. MD is waiting for you. Please come. Hi, Subhash. Hi. Hi, Please come. ഇതെന്റെ വൈഫ് സന്ധ്യ. Hi. Hi. അകത്തേക്ക് വിളിച്ചോളൂ. വരൂ. I'm sorry for your loss. ഞാൻ ചോദിച്ചതെല്ലാം റെഡിയല്ലേ? സുഭാഷേ, കൊലയ്ക്ക് കൊലയാണ് പ്രതിവിധിയെങ്കിൽ വിഷം നീ കുടിച്ചിട്ട് അവര് ചാവണമെന്ന് പറയുന്നത് പോലെയാ. ഞാൻ പറഞ്ഞ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, അതൊന്ന് റെഡിയാക്ക. ഒരു തവണ ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്തുകൂടെ? ആ കുട്ടി ഓർത്തെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ പാടില്ലേ? അവൾക്ക് വേണ്ടി തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. അവളെ കാണുമ്പോൾ എല്ലാം എനിക്ക് മരിച്ചുപോയ മോളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. അതിന് പകരം വീട്ടിലല്ലോ എന്ന് തോന്നും. എനിക്ക് ഇന്ന് രാത്രി തന്നെ ചെന്നൈയിലെത്തണം. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും.
ശ്രദ്ധിച്ചോണേ. ഷുവർ. ഈ ലോകത്തിലെല്ലാവരും ആരെങ്കിലും കാരണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബാധിക്കപ്പെട്ടവരായിരിക്കും. അതിന് പകരം വീട്ടാൻ എല്ലാവരും ഇറങ്ങിത്തിരിച്ച ഈ ലോകം തന്നെ ശ്മശാനമാകും. ഞാനിതൊക്കെ പകരം വീട്ടാൻ വേണ്ടി ചെയ്യാണെന്നാണോ കരുതിയത്? അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അന്ന് അവിടെ വെച്ച് അവരെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യം തീരുന്നവരെ ഞാൻ അടിച്ചു കൊല്ലുമായിരുന്നു. ഇതല്ല. തെറ്റ് ചോദ്യം ചെയ്യാനല്ല ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നത്. എന്നാൽ അവർ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് പേടിയുണ്ടാവും? ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുത്താലേ പേടിയുണ്ടാവും. തെറ്റ് ചെയ്താൽ ജീവൻ പോവെന്നുള്ള പേടി വേണം. ആ ഭയം അവരിലുണ്ടാക്കണം. ഒരു പെണ്ണിനെ തനിച്ച് രാത്രി എന്നിറങ്ങി നടക്കാൻ കഴിയുന്നോ അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് നമ്മൾ പറയാറില്ലേ? ഇന്ന് പകല് പോലും സ്ത്രീകളെ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലം. എന്തിനേറെ നാളെ ഇത് നിനക്ക് സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അന്ന് അവന്മാര് ഇവളെക്കുറിച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് കേൾക്കണം നിനക്ക്. നിന്റെ വീട്ടിലും ഒരു പാർവതി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഭയം ഉണ്ടാവണം. ഇനി നീ പറ, അവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ, അവരെ ഞാൻ എന്ത് ചെയ്യണം? കൊന്നേക്ക് സുഭാഷ്. Kill them all. With pleasure. We are missing Bhuvan. നിനക്ക് വേണ്ടി ഞങ്ങളോട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഷാരങ്ങനെ വിശ്വസിക്കോ? അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ അയച്ച് അവനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു സംതിങ്. നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ആൾക്കാരെ ഹയർ ചെയ്യണം. ഷാരംഗൻ ഡിപ്പാർട്ട്മെന്റിനോട് കാണിക്കുന്ന സിൻസിയറിറ്റിയേക്കാളും നമ്മളടുത്താണ് കൂറ്. അത് വിട്ടേക്ക്. നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാരെ വിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ പോവും. പറയൂ മിസ്റ്റർ അലക്സ്. സർ, നീറ്റ് എക്സാം എഴുതാൻ പറ്റാതെ വിഷം കഴിച്ച ആ പെണ്ണ് ഡെത്തായെന്ന് ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തു പോയി സർ. അതിന് പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് സർ. ഈ വിവരം പുറത്തറിഞ്ഞാൽ നമ്മുടെ പത്രത്തിന് വലിയ ബ്ലാക്ക് മാർക്കാകും സാർ. നമ്മുടെ പത്രത്തിന്റെ വിശ്വാസ്യതയാണ് നമുക്ക് മുഖ്യം. ആ ന്യൂസ് സത്യമാക്കി മാറ്റി സാർ. പെണ്ണിനെ അങ്ങ് തീർത്തേക്ക്. സാർ, സൈബർ ക്രൈമിൽ നിന്ന് ഗോപിയാണ് സാർ സംസാരിക്കുന്നത്. ആക്ച്വലി സുഭാഷിന് ക്രെഡിറ്റ് കാർഡ് ബാംഗ്ലൂരിൽ നിന്ന് സ്വൈപ്പ് ആയിട്ടുണ്ട് സാർ. അവൻ കൺഫേം ആയിട്ടും ബാംഗ്ലൂരുണ്ട് സാർ. ഓക്കെ. സുഭാഷ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അതെ, മുഴുവൻ ഡീറ്റെയിൽസും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. ദീപകേ, വേണ്ട വേണ്ട
അഴിച്ചുവിട്, എന്നെ വിട്, അഴിച്ചുവിട്, എന്നെ വിട്, പ്ലീസ് പ്ലീസ്. വേടാ വേടാ, അഴിച്ചുവിട്, വേടാ വേടാ, തീർന്ന് അഴിച്ചുവിട്, വേടാ, വേടാ വേടാ, വേടാ വേടാ. നിനക്കിനി ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്രണ്ട് ക്രിസ്റ്റി ഇവിടെ ഉണ്ടായിരിക്കണം. അവനെ നീ എങ്ങനെ ഇവിടെ എത്തിക്കുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, പക്ഷെ അവൻ വരണം. നടക്കും തോന്നില്ല. അവന്റെ അച്ഛൻ അവനെ വീട്ടിൽ നിന്ന് പുറത്തു വിടില്ല. അപ്പോൾ നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. ഈ കാർ റിവേഴ്സ് എടുത്താൽ നിന്റെ ബോഡി 2 പീസായിട്ട് മാറും. അത് കാണാൻ അവൻ വരുമായിരിക്കും അല്ലേ? വേണ്ട വേണ്ട ചെയ്യരുത്, വേണ്ട. ഞാൻ ശ്രമിച്ചു നോക്കാം, ഞാൻ ശ്രമിക്കാം, ഞാൻ ശ്രമിക്കാം, ഞാൻ ശ്രമിക്കാം. എന്നെ അഴിച്ചുവിട് പ്ലീസ്. ഏയ് ദീപക്, നീ എവിടെയാടാ? അറിയോ? ഓക്കെ, ഞാൻ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് തനിച്ചൊരു വീട്ടിൽ സെറ്റിൽ ആയിരിക്കുക. And I just don't trust this police. ഇനി സുഭാഷിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നീയും വീട്ടിലിരിക്കണ സേഫ് അല്ല. Just come here, man. It's our place. ഇതാരോടും പറയണ്ട. Just follow the location. ഓക്കേടാ.